രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ബംഗാൾ സന്ദർശനത്തിനിടെയുണ്ടായ ഗുരുതര പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള രാഷ്ട്രീയ പോര് കനക്കുകയാണ്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പരാമർശങ്ങൾക്കെതിരെ പ്രധാനമന്ത്രി രംഗത്തെത്തിയതോടെ തർക്കം മറ്റൊരു തലത്തിലേക്ക് കടന്നിരിക്കുന്നു. സംഭവത്തെക്കുറിച്ച് കൂടുതലറിയാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. മാർച്ച് 7 ഡാർജിലിംഗിലെ സിലിഗുരിയിൽ നടന്ന 9ാമത് അന്താരാഷ്ട്ര സന്താൽ സമ്മേളനത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ സംഭവം. സമ്മേളനത്തിന് മുഖ്യാതിഥിയായി എത്തിയതായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമു. സന്താൽ സമുദായത്തിന്റെ ഭാഷ, സംഗീതം, നൃത്തം, പാരമ്പര്യം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും പ്രദർശനങ്ങളും ഉൾപ്പെടുന്ന ഈ പരിപാടി ആദിവാസി സംസ്കാരത്തിന്റെ ദേശീയ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതായിരുന്നു. എന്നാൽ പരിപാടി തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. സംസ്ഥാന സന്ദർശനത്തിനിടെയുണ്ടായ പ്രോട്ടോകോൾ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി രാഷ്ട്രപതി തന്നെ ബംഗാൾ സർക്കാരിനെതിരെ രംഗത്തെത്തിയതോടെ വിവാദങ്ങൾ മുറുകി. പ്രധാനമായും 3 വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാഷ്ട്രപതി മമതാ ബാനർജിക്കെതിരെ പരസ്യ വിമർശനം ഉന്നയിച്ചത്. യഥാർത്ഥത്തിൽ ഒരു വലിയ ഹാളിൽ നടക്കേണ്ട സമ്മേളനം അവസാന നിമിഷം ചെറിയൊരു വേദിയിലേക്ക് മാറ്റപ്പെട്ടു. ഈ മാറ്റം സംസ്ഥാന സർക്കാരിന്റെ തീരുമാനമായിരുന്നുവെന്നാണ് രാഷ്ട്രപതി പറയുന്നത്. ബിധാനഗറിൽ നിന്ന് ബാഗ്ഡോഗ്ര വിമാനത്താവളത്തിന് സമീപത്തേക്ക് വേദി മാറ്റിയതോടെ ജനപങ്കാളിത്തവും വളരെ കുറവായിരുന്നു. പരിപാടിക്ക് ശേഷം രാഷ്ട്രപതിയുടെ സ്വീകരണത്തിന്റെ ഭാഗമായി ബാഗ്ഡോഗ്ര റോഡുകളിൽ അലങ്കാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും വഴി നീളെ മാലിന്യ കൂമ്പാരങ്ങൾ കാണപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രപതിയുടെ വാഷ്റൂമിൽ വെള്ളം പോലും ലഭിച്ചില്ല എന്നും ചില റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഏറ്റവും വലിയ പ്രശ്നം സംസ്ഥാനത്തിന്റെ ഉന്നതാധികാരികളുടെ അഭാവമായിരുന്നു. മുഖ്യമന്ത്രി മമതാ ബാനർജിയോ മന്ത്രിസഭാ അംഗങ്ങളോ രാഷ്ട്രപതിയെ സ്വീകരിക്കാൻ എത്തിയിരുന്നില്ല. ഇത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള രാഷ്ട്രപതിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ് BJP നേതാക്കളുടെ ആരോപണം. മമതാ ബാനർജിയെ സഹോദരി എന്ന് വിളിച്ച രാഷ്ട്രപതി സംസ്ഥാന സർക്കാരിന് ആദിവാസി ജനതയുടെ ക്ഷേമത്തിൽ താൽപര്യമില്ലായിരിക്കാമെന്നും കുറ്റപ്പെടുത്തി. അനിയത്തി എന്ന് രാഷ്ട്രപതി വിശേഷിപ്പിച്ചുവെങ്കിലും കടുത്ത മറുപടിയാണ് മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയുടെ താൽപര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയത്തിൽ ഇടപെടരുതെന്ന് രാഷ്ട്രപതിയോട് മമത പറഞ്ഞു. BJP രാജ്യത്തെ ഏറ്റവും ഉന്നത സ്ഥാനത്തെ ദുരുപയോഗം ചെയ്ത് സ്വന്തം പാർട്ടി അജണ്ടയ്ക്ക് ഉപയോഗിക്കുന്നത് ദുഃഖകരമാണെന്നും അവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. മണിപ്പൂരിലെ ആദിവാസികളെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പീഡിപ്പിച്ചപ്പോൾ എന്തുകൊണ്ട് നിശബ്ദത പാലിച്ചുവെന്നും മമത ചോദിക്കുന്നു. പിന്നാലെ മമതാ ബാനർജിയും തൃണമൂൽ സർക്കാരും സർവ്വപരിധിയും ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തി. രാഷ്ട്രപതി സ്ഥാനം രാഷ്ട്രീയത്തിന് മുകളിലാണ്. ബംഗാൾ സർക്കാർ അത് അവഗണിച്ചത് ലജ്ജാകരമെന്നും മോദി പ്രതികരിച്ചു. സംഭവത്തിൽ വിശദീകരണം ആവശ്യപ്പെട്ട് കേന്ദ്രം കത്തയച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ ബംഗാൾ ചീഫ് സെക്രട്ടറിക്ക് അയച്ച കത്തിൽ ബ്ലൂ ബുക്ക് നിയമങ്ങൾ ലംഘിച്ചതായാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ബ്ലൂ ബുക്ക് എന്നത് പ്രസിഡന്റ്, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവരുടെ സുരക്ഷയും പ്രോട്ടോകോളും സംബന്ധിച്ച രഹസ്യരേഖയാണ്. ഗവർണറായിരുന്ന CV ആനന്ദ ബോസിനെ മുന്നറിയിപ്പില്ലാതെ മാറ്റിയതിലെ അതൃപ്തി മമത പരസ്യമായി പ്രകടിപ്പിച്ചതാണെന്ന വാദവുമുണ്ട്. വിവാദം കൂടുതൽ ആളിക്കത്തിച്ച് മമതയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുകയാണ് BJP നേതാക്കൾ. സോഷ്യൽ മീഡിയയിൽ #insult to president, #Mamata apologize തുടങ്ങിയ ഹാഷ്ടാഗുകളും ട്രെൻഡിംഗ് ആണ്.